ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അല്ലേ. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ പാകത്തിനോ അങ്ങനെ ഒരു ഐറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ആദ്യം ഒരു റിങ് എടുത്തു. എൻ്റെ കയ്യിൽ റിങ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കമ്പി വളച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ മുകളിലേക്ക് തെർമോക്കോളുകൾ ഒട്ടിച്ചു കൊടുത്തു, ഒരു സൈഡിൽ മാത്രം. അതിനുശേഷം ഇതിലേക്ക് ഒട്ടിക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ അടുത്തത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് റെയിൻഡിയറിനെയാണ്. ഞാൻ കാർഡ്ബോർഡ് പേപ്പറിലാണ് റെയിൻഡിയർ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കാർഡ്ബോർഡിൽ വരച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് കാലും കൊമ്പും ബോഡിയാണ് ഞാൻ വരച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അതിൽ വരയ്ക്കുന്ന പോലെ വരച്ച് കൊടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്ത് കിട്ടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത്. ഞാനിത് പശ വെച്ച് ഒട്ടിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അത് കാണിച്ചില്ല. അതിനുശേഷം ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ പിസ്താഷ്യലിൻ്റെ ഈ പൂവ് ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞ് ഇങ്ങനെ ഒട്ടിച്ച് വട്ടത്തിൽ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ച് എടുക്കണം. റെയിൻഡിയറും പിസ്താഷ്യലിൻ്റെ പൂവ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ നമ്മളൊരു കാർഡ്ബോർഡ് പേപ്പർ കോണോട് കോൺ മടക്കി കടലയ്ക്ക് പൊതിയണ പോലെയൊക്കെ അങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ആ ഗ്രീൻ ഗാർലാൻഡ്സ് അതിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയും റെഡിയായി. നമുക്ക് ഒട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ അലുമിനിയം റിങ് ഒരു തടിയിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ക്ലേ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. അത്ര ബലമൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ അതൊന്ന് ജസ്റ്റ് അതിലേക്ക് ഫിക്സ് ചെയ്തു മാത്രം. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ പഞ്ഞിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ആ പഞ്ഞി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ വെള്ള ടേപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. വെറുതെ ജസ്റ്റ് വെള്ള ടേപ്പ് ചുറ്റി കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആ തെർമോക്കോളിൻ്റെ താഴെയായിട്ട് ഞാൻ പിസ്താഷ്യലിൻ്റെ പൂവാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ക്രിസ്മസ് ട്രീയും നടുക്ക് റെയിൻഡിയറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് കാണാം. ഇതെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ റെയിൻഡിയറിന് ഒരു സിൽവർ കളറാണ് ഒടിച്ചു കൊടുക്കുന്നത്. പിന്നെ പിസ്താഷ്യലിൻ്റെ ആ ഒരു പൂവിന് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാം. പിന്നെ ബാക്കി വരുന്ന തെർമോക്കോൾസിനാണ് നമുക്ക് കളർ കൊടുക്കാനുള്ളത്. ആ തെർമോക്കോൾസിന് ഞാൻ കൊടുത്ത കളറ് ഗോൾഡനും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ചില ബോളുകൾക്കും ചിലതിന് ഗോൾഡൻ മാത്രമായിട്ടും കൊടുക്കുകയാണ്. നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ ഗ്ലിറ്ററിങ് ഫോം ഷീറ്റ് എടുത്ത് അതിൽ ഞാൻ സ്റ്റാർ വരച്ചു കൊടുക്കുകയാണ്. ചെറിയ ചെറിയ കുറച്ച് വട്ടങ്ങളും വരച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ മോൾ ഭാഗം വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കല്ലേ അലുമിനിയം വയറിൻ്റെ, അപ്പം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നടുക്കിൽ സ്റ്റാറും രണ്ട് വശത്തേക്ക് ആ കുഞ്ഞു കുഞ്ഞു മുത്തുകളും ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ.